Hi all. Welcome back to another video of Nourish with Anvind. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡയറ്റ് ഫോർ കിഡ്നി ഡിസീസ് അഥവാ വൃക്കരോഗികൾ ശ്രദ്ധിക്കേണ്ട ഡയറ്റുകൾ. ഇതിനെ നമ്മൾ റീനൽ ഡയറ്റ് എന്ന് കൂടെ പറയുന്നു. ഒരു ജനറൽ ഡയറ്റ് തന്നെയാണ് പറയാൻ പോകുന്നത്. ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഈ ഒരു അവസ്ഥയിൽ ഇരിക്കുന്ന ആളുകൾ ഭക്ഷണം കഴിക്കുമ്പോൾ അതിന്റെ രുചിക്കല്ല പ്രാധാന്യം കൊടുക്കേണ്ടത്. നമ്മുടെ ആരോഗ്യം നോക്കിയിട്ട് ഭക്ഷണം കഴിക്കുക. ഹെൽത്ത് ആണ് നമുക്ക് ആദ്യം വേണ്ടത്. ഹെൽത്ത് ഈസ് വെൽത്ത് എന്നല്ലേ പറയാറ്. ഫസ്റ്റ് വൺ, നമുക്ക് കിഡ്നി ഡിസീസ് അഥവാ വൃക്കരോഗത്തിന്റെ കോസേറ്റീവ് ഫാക്ടേഴ്സിലേക്ക് കടക്കാം. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് കിഡ്നി ഡിസീസ് വരാനുള്ള സാധ്യതകൾ എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ ഒക്കെ കാരണമായിട്ട് വൃക്കരോഗങ്ങൾ വരാം. അതായത് ഷുഗർ അഥവാ പ്രഷർ, ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് കിഡ്നി ഡിസീസസ് വരാം. അതുപോലെ ലോങ് ടേം ഡീഹൈഡ്രേഷന്റെ ഭാഗമായിട്ട് വൃക്കരോഗം വരാം. നമ്മുടെ ശരീരത്തിൽ ഒരുപാട് കാലത്തേക്ക് ജലാംശത്തിന്റെ കുറവ് സംഭവിച്ചു കഴിഞ്ഞാൽ വൃക്കരോഗത്തിനായിട്ടുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ ഹെറിഡിറ്ററി, പാരമ്പര്യമായിട്ട് വൃക്കരോഗം വരാം. അതിനുള്ള ചാൻസ് വളരെ കുറവാണ്, എങ്കിലും അങ്ങനെയും കാണപ്പെടാറുണ്ട്. അതുപോലെ സ്മോക്കിംഗ്, പുകവലി വലിയൊരു കാരണമാണ്. പിന്നെ അമിത മദ്യപാനത്തിന്റെ ഭാഗമായിട്ട് വൃക്കരോഗം വരാം. നമുക്ക് എന്തെങ്കിലുമൊക്കെ കാർഡിയോ വാസ്കുലർ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ വൃക്കരോഗം വരാം. പിന്നെ പ്രായമാവുന്നതിന്റെ ഭാഗമായിട്ടും വൃക്കരോഗം വരാറുണ്ട്. ഇനി നമുക്ക് കിഡ്നി ഡിസീസിന്റെ സിംറ്റത്തിലേക്ക് പോകാം, അഥവാ വൃക്കരോഗത്തിന്റെ ലക്ഷണങ്ങൾ. നമുക്ക് നീര് വെക്കാൻ സാധ്യതയുണ്ട്, നീര് അനുഭവപ്പെടാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ നമുക്ക് മസിൽ ക്രാംസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. മസിലുകളൊക്കെ വേദനിക്കുക, അല്ലെങ്കിൽ മസിലുകൾക്കൊക്കെ ബലം കുറയുന്ന പോലെ തോന്നുക, അങ്ങനെയൊക്കെ അനുഭവപ്പെടാം. പിന്നെ നമുക്ക് ഉറക്കത്തിന് പ്രശ്നങ്ങൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്, ഉറക്കമില്ലായ്മ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഉണരുക. പിന്നെ നമുക്ക് അബ്ഡോമിനൽ സ്വെല്ലിംഗ് അഥവാ വയറിൽ നീര് വെക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട്, അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ ഇതിന്റെ ലക്ഷണങ്ങളാണ്. അതുപോലെ നമുക്ക് ചെസ്റ്റ് പെയിൻ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്, നെഞ്ച് വേദനിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. പിന്നെ മൈഗ്രെയിൻ, ഇതൊക്കെ വൃക്കരോഗത്തിന്റെ ലക്ഷണങ്ങളാണ്. അതുപോലെ നമ്മുടെ ബ്ലഡ് പ്രഷറിൽ വേരിയേഷൻ സംഭവിക്കാം, ഇങ്ങനെയൊക്കെ ഉണ്ടാവാം. ഇനി ഞാൻ വൃക്കരോഗത്തിന്റെ കുറച്ച് കൺഫേം സിംറ്റംസ് പറയാം. ഈ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ഇത് വൃക്കരോഗമാണ് എന്ന്. നമ്മുടെ യൂറിനില് അല്ലെങ്കിൽ മൂത്രത്തില് മാറ്റങ്ങൾ വരിക, മൂത്രത്തിന്റെ കളർ മാറുക, അതുപോലെ യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത്, മൂത്രം ഒഴിക്കുന്ന സമയത്ത് മൂത്രം നന്നായിട്ട് പതയ്ക്കുക, അതുപോലെ മൂത്രത്തിൽ രക്തം കാണപ്പെടുക, പിന്നെ ഒരുപാട് മൂത്രം ഒഴിക്കാണ്ടാവുക അല്ലെങ്കിൽ മൂത്രം തീരെ ഇല്ലാതിരിക്കുക, എക്സസ് യൂറിൻ അല്ലെങ്കിൽ നോ യൂറിൻ, ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏറെക്കുറെ ഉറപ്പിക്കാം ഇത് കിഡ്നി ഡിസീസ് ആണ് അല്ലെങ്കിൽ വൃക്കരോഗം ആണ് എന്ന്. ഇനി ഈ സിംറ്റംസ് ഒക്കെ ഉണ്ടെന്ന് കരുതിയിട്ട് വൃക്കരോഗമാണെന്ന് കരുതിയിരിക്കരുത്. ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യുക, പിന്നെ അവർ പറയുന്നതിനനുസരിച്ച് ഫർദർ ആയിട്ട് മൂവ് ചെയ്യുക. ഇനി നമുക്ക് കിഡ്നി ഡിസീസ് അഥവാ വൃക്കരോഗം എങ്ങനെയൊക്കെ ഡയഗ്നോസ് ചെയ്യാൻ നോക്കാം, എങ്ങനെയൊക്കെ കണ്ടുപിടിക്കാം എന്ന് നോക്കാം. ഇതിനായിട്ട് നമുക്ക് ഒരുപാട് ടെസ്റ്റുകൾ ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. ക്രിയാറ്റിൻ ടെസ്റ്റിലൂടെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുപോലെ GFR ടെസ്റ്റ്, ഗ്ലോമറുലർ ഫിൽട്രേഷൻ റേറ്റ്, ഇതിലൂടെയൊക്കെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുപോലെ വേറെ ഒരു വഴി എങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ ബ്ലഡിൽ, രക്തത്തിൽ ക്രിയാറ്റിന്റെ അളവ് കൂടുതലാണെങ്കിൽ നമുക്ക് വൃക്കരോഗമാണ് എന്നാണ് അതിന്റെ അർത്ഥം. അതുപോലെ നമ്മുടെ യൂറിനിൽ, മൂത്രത്തിൽ ക്രിയാറ്റിന്റെ അളവ് കുറവാണെന്നാണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ അതും വൃക്കരോഗമാണെന്നാണ് സൂചിപ്പിക്കുന്നത്. പുരുഷന്മാരിൽ ക്രിയാറ്റിന്റെ നോർമൽ അളവ് എന്ന് പറയുന്നത് 0.74 to 1.35 mg per dl ആണ്. അഥവാ 0.74 മുതൽ 1.35 mg per dl വരെയാണ്. സ്ത്രീകളിൽ നോർമൽ അളവ് എന്ന് പറയുന്നത് 0.59 to 1.04 mg per dl ആണ്. അഥവാ 0.59 മുതൽ 1.4 mg per dl ആണ് നോർമൽ. ഇനി നമുക്ക് ട്രീറ്റ്മെന്റ്സ് എങ്ങനെയാണെന്ന് നോക്കാം, ചികിത്സകൾ എന്തൊക്കെയാണെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം. ഫസ്റ്റ് വൺ, മെഡിക്കേഷൻ, അതായത് നമ്മൾ മരുന്ന് കുടിക്കുക. പിന്നെ ഡയാലിസിസ് ചെയ്യുന്നതിലൂടെ വൃക്കരോഗം കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ നമ്മുടെ മെയിൻ ഭാഗം ഡയറ്റിലൂടെ നമുക്ക് വൃക്കരോഗം ഒരു പരിധി വരെ അതിന്റെ ആഴം കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഫ്ലൂയിഡ് റെസ്ട്രിക്ഷൻ, ജലാംശം ഒക്കെ നമ്മൾ റെസ്ട്രിക്ട് ചെയ്യുക, അളവ് കുറച്ച് ഉപയോഗിക്കുക. അതുപോലെ ഉപ്പ് നമ്മൾ കുറച്ച് ഉപയോഗിക്കുക. പാകം ചെയ്യാത്ത ഭക്ഷണം കഴിക്കാതിരിക്കുക. കുക്ക് ചെയ്യാത്ത ഫുഡ്സ് ഒക്കെ നമ്മൾ ഒഴിവാക്കുക. അതുപോലെ പ്രോട്ടീൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ എനർജി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. എനർജി ഇങ്ങനെ ഈ ഒരു അവസ്ഥയിലൊക്കെ ഇരിക്കുന്ന ആളുകൾക്ക് 30 to 40 gram per kilogram എനർജി മതി. അതായത് 30 മുതൽ 40 gram
1 കിലോന് 30 to 40 ഗ്രാം മതി. 60 കിലോനുള്ള ഒരു ആളാണെന്നുണ്ടെങ്കിൽ 30 into 60 ചെയ്യുക. അപ്പോൾ അതാണ് നമുക്ക് വേണ്ട എനർജിയുടെ അളവെന്ന് പറയുന്നത്. അതുപോലെ വൈറ്റമിൻസും മിനറൽസും ഒക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. ഒരുപാട് കൂടാനും പാടില്ല, ഒരുപാട് കുറയാനും പാടില്ല. അതുപോലെ ലോ ഫാറ്റ് ആയിരിക്കണം. കൊഴുപ്പിന്റെ അളവ് നമ്മൾ നന്നായിട്ട് കുറയ്ക്കണം. അത് ശരിക്കും നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങൾ എല്ലാം നമ്മൾ ഒഴിവാക്കുക, ഒന്നും കഴിക്കരുത്. ഹൈ കാലറി ഡയറ്റ് നമ്മൾ എടുക്കാനേ പാടില്ല. ഈ ഒരു അവസ്ഥയിൽ ഇരിക്കുന്ന ആളുകൾക്ക് കാലറി അങ്ങനെ അധികം ആവശ്യമില്ല. കാരണം അവരങ്ങനെ അധികം വർക്ക് ചെയ്യില്ല, അധികം പണിയെടുക്കില്ല, അങ്ങനെയാണല്ലോ. അപ്പോൾ അവർക്ക് കുറഞ്ഞ കാലറി മതി. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ശ്രദ്ധിച്ച് ഭക്ഷണങ്ങൾ കഴിക്കുക. ഇനി CKD പേഷ്യന്റുകളോട്, വൃക്ക രോഗികളോട് നമ്മൾ കുറച്ച് നിബന്ധനകൾ പറയാറുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ നോൺ വെജ് ഐറ്റംസ് കൺട്രോൾ ചെയ്യണം. നമ്മളതങ്ങനെ ഒരുപാട് കഴിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. പിന്നെ നമ്മൾ രോഗത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് ഒരുപാട് ടെസ്റ്റുകളൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ടെസ്റ്റുകൾക്ക് പോകുന്നതിന്റെ മുന്നോടിയായിട്ട് നമ്മൾ ബീഫ് ഒന്നും കഴിക്കാതിരിക്കുക. മീനും മുട്ടയുടെ വെള്ളയും ഒക്കെ കഴിക്കാവുന്നതാണ്. മുട്ടയുടെ മഞ്ഞ ശ്രദ്ധിക്കുക, വെള്ള കഴിക്കുക. അതുപോലെ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ വെരി വെരി ലോ ഫാറ്റ് കുക്കിങ്ങിന് വേണ്ടിയിട്ട് ശ്രമിക്കുക. കൊഴുപ്പ് തീരെ അടങ്ങാത്ത രീതിയിൽ ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എത്രത്തോളം കൊഴുപ്പ് കുറയുന്നോ അത്രത്തോളം അത് നമുക്ക് ഗുണമേ ചെയ്യുള്ളൂ. ചിക്കനൊക്കെ കുറഞ്ഞ അളവിൽ കഴിക്കുക. ഭക്ഷണം ഫ്രൈ ചെയ്ത്, അതായത് പൊരിച്ച് കഴിക്കുന്ന ശീലം ഒഴിവാക്കുക. അതുപോലെ ഡിന്നർ കഴിക്കുമ്പോൾ, രാത്രി നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നോൺ വെജ് കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ബേക്കറി ഐറ്റംസ് കഴിക്കാതിരിക്കുക. പ്രത്യേകിച്ച് ഉപ്പ് രുചി അടങ്ങിയിട്ടുള്ള ഒരു ബേക്കറി ഐറ്റംസും കഴിക്കാതിരിക്കുക. അതുപോലെ ആൽക്കഹോളിസം പാടില്ല, മദ്യപാനം പാടില്ല, പുകവലിയും പാടില്ല. അതുപോലെ ബേക്കിംഗ് സോഡ, അപ്പ സോഡ അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡർ, അതുപോലെ അജ്നോമോട്ടോ, സോസ്, ഇതൊക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. നമ്മളതൊന്ന് രുചിച്ചു നോക്കുക കൂടി ചെയ്യരുത്. അതുപോലെ ഈ നട്ട്സ് ഒക്കെ കഴിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ അതൊക്കെ ഒന്ന് ലിമിറ്റ് ചെയ്യുക, അതൊക്കെ കുറയ്ക്കുക. അതുപോലെ പഴം, പിന്നെ ജ്യൂസുകളൊക്കെ റെസ്ട്രിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. പരമാവധി കുറയ്ക്കുക. ഇനി കഴിക്കാതിരുന്നാൽ അത്രയും നല്ലത്. കാരണം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മുടെ ബോഡിയിൽ ഫ്ലൂയിഡ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് നമുക്ക് അത്യാവശ്യമാണ്. ജലാംശം കൺട്രോൾ ചെയ്യേണ്ടത് നമുക്ക് അത്യാവശ്യമാണ്. ഡയബറ്റീസിന്റെ ഡയറ്റ് വീഡിയോയിൽ പറഞ്ഞതുപോലെ 100 ഗ്രാമിന് താഴെയുള്ള ഫ്രൂട്ട്സ് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതായത് ഒരു ദിവസം ഒരു ഫ്രൂട്ട്. ഇലവർഗ്ഗങ്ങൾ ഒഴിവാക്കുക. അതുപോലെ തേങ്ങയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഉൽപ്പന്നങ്ങളുടെയും കഴിക്കുന്നത് നമ്മൾ ഒഴിവാക്കുക. മീനൊക്കെ നമുക്ക് ഡെയിലി കഴിക്കാം, പക്ഷെ അത് കറി വെച്ചിട്ടേ കഴിക്കാവൂ. ഒരിക്കലും എണ്ണയിൽ വറുത്ത് പൊരിച്ച് കഴിക്കാൻ പാടില്ല. കറി കഴിക്കുമ്പോഴും നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, എണ്ണ വളരെ കുറവായിരിക്കണം. അതുപോലെ തേങ്ങ അരച്ച് ചേർത്ത് അല്ലെങ്കിൽ തേങ്ങാപ്പാല് ചേർത്ത് മീൻകറിയൊന്നും കഴിക്കാതിരിക്കുക. അതുപോലെ അമിതമായിട്ടുള്ള എരിവൊക്കെ നമ്മൾ ഒഴിവാക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളെപ്പോഴും പറയാറുള്ള പോലെ സ്മോൾ ഫ്രീക്വന്റ് മീൽസ്, കുറച്ച് ഇടയ്ക്കിടയ്ക്ക് കഴിക്കുക. അതായത് 3 നേരം ഒക്കെയാണല്ലോ നമ്മൾ സാധാരണ ഭക്ഷണം കഴിക്കാറ്. ആ 3 നേരം എന്നുള്ളത് 5 നേരോ 6 നേരോ ഒക്കെ ആയിട്ട് കൂട്ടുക. പിന്നെ നമുക്ക് എക്സസൈസ് നിർബന്ധമാണ്. എക്സസൈസ് ഭയങ്കരമായിട്ട് എക്സസൈസ് ചെയ്യണമെന്നൊന്നുമില്ല. മെല്ലെ ഒരു അരമണിക്കൂർ നേരം മെല്ലെ ചെയ്താൽ മതി. നമ്മളെ കൊണ്ട് കഴിയുന്ന എന്തെങ്കിലും ഒരു എക്സസൈസ് മെല്ലെ ചെയ്താൽ മതി. സോ ഇതൊക്കെയാണ് കിഡ്നി ഡിസീസ്, വൃക്ക രോഗവുമായി ബന്ധപ്പെട്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് എത്തിക്കാനുള്ള ജനറൽ ഡയറ്റ് പാറ്റേൺ എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. വൃക്ക രോഗത്തിൽ നിന്നും സഫർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക. അവർക്കത് ഒരുപാട് ഉപകാരപ്രദമായിരിക്കും. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തവർ പോയിട്ട് ഫോളോ ചെയ്യുക. അതിലും നമ്മൾ ഇതുപോലെ ഒരുപാട് ഉപകാരപ്രദമായ ന്യൂട്രീഷണൽ ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.